അംബേദ്കറിനെതിരെയുള്ള അമിത്ഷായുടെ അതിനിന്ദ്യമായ പരാമർശം മോദി സർക്കാരിന്റെ അന്ത്യം കുറിക്കുമോ? മോദിയുടെ നിതീഷ് നായിഡു എന്ന ND അലയൻസിലെ പ്രധാന സഖ്യകക്ഷികൾ ഒന്നും അമിത്ഷായുടെ ഈ വൃത്തികെട്ട പരാമർശത്തിനെതിരെ ഇതുവരെയും വാ തുറന്നിട്ടില്ല. എന്നാൽ ഇവരുടെ പ്രധാന സഖ്യകക്ഷികൾക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഗോഡ്സെ സവർക്കർ ഭക്തന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നിതീഷ് നായിഡു ഡിപ്പെൻഡന്റ് ND കൂട്ടത്തിന് 293 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. അതിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കക്ഷികൾ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിക്ക് 16 സീറ്റും, നിതീഷ് കുമാറിന്റെ JDUവിന് 12 സീറ്റും, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 സീറ്റും, ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 5 സീറ്റും, ജിതിൻ റാം മാഞ്ചിക്ക് 1 MP ആണ് ഉള്ളത്. 16 MP ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ 29 സീറ്റുകളിൽ ദളിതർക്ക് മുൻതൂക്കമുണ്ട്. അവിടെ 16% ദളിത് വോട്ടർമാരാണ് ഉള്ളത്. അവരെ പിണക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുവാൻ കാരണമാവും. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും വലിയ ഫണ്ടുകൾ നേടിയെടുത്ത് ഇനിയും പ്രതീക്ഷിക്കുന്ന ചന്ദ്രബാബു നായിഡു വലിയ പ്രതിസന്ധിയിലാണ്. തള്ളാനും മേല കൊള്ളാനും മേല എന്ന അവസ്ഥ. ഏത് നിമിഷവും മലക്കം മറിയുന്ന നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ബീഹാറിൽ 21% ദളിത് വോട്ടർമാരാണ് ഉള്ളത്. അവരുടെ വോട്ട് നഷ്ടപ്പെടുവാൻ ഇടയായാൽ നിതീഷിന്റെ കാര്യം ഗോവിന്ദയാകും. 2025 നടക്കാൻ പോകുന്ന ബീഹാർ അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പേരിൽ ഒരുപക്ഷെ വലിയ തിരിച്ചടി നിതീഷ് നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് നിതീഷും നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലാകട്ടെ ഷിൻഡെയുടെ സഹായത്താൽ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാരിനെ മറിച്ചിട്ട് അധികാരത്തിലെത്തിയ BJP തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെയാണ് ഷിൻഡെയെ അവഗണിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കടുംപിടുത്തം പിടിച്ചിട്ട് അതും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവസാനം ആഭ്യന്തരമന്ത്രി സ്ഥാനം എങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒട്ടും പ്രാധാന്യമില്ലാത്ത നഗരവികസന വകുപ്പാണ് കൊടുത്തത്. എന്നാൽ അജിത് പവാറിനാകട്ടെ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് തന്നെ കൊടുക്കുകയും ചെയ്തു. ഷിൻഡെ പുറത്തു പോയാലും തങ്ങൾക്ക് പുല്ലാണ് എന്ന രീതിയിലാണ് BJP. അതുപോലെ തന്നെ വളരെയേറെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണയും ഷിൻഡെയ്ക്ക് ഉണ്ട്. അതിനാൽ അമിത്ഷായുടെ ഈ പരാമർശം ഷിൻഡെയ്ക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാസ്വാൻ എന്ന ദളിത് വിഭാഗത്തിന്റെ പാർട്ടിയുടെ നേതാവായ ചിരാഗ് പാസ്വാനെയും അമിത്ഷായുടെ അംബേദ്കറിനെ കുറിച്ചുള്ള നിന്ദനീയമായ പരാമർശം ബുദ്ധിമുട്ടിലാക്കും എന്ന് ഉറപ്പാണ്. അതിദളിത് വിഭാഗമായ മുസാഹിർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാവാണ് ജിതിൻ റാം മാഞ്ചി. ബീഹാറിൽ 3% ആണ് ഈ വിഭാഗം. അമിത്ഷായുടെ ഈ പരാമർശത്തോടെ ജിതിൻ റാം മാഞ്ചിയും വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 5 പേരും ഇതുവരെയും അമിത്ഷായെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു വാക്കുകൾ പോലും സംസാരിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ ഒരിക്കലും അമിത്ഷായെ അനുകൂലിച്ച് സംസാരിക്കാൻ ഇവർക്ക് ആവില്ല. കാരണം അത് അവരുടെ വോട്ട് ബാങ്കിനെ വലിയ അളവിൽ ബാധിക്കും. അതുപോലെ തന്നെ നായിഡുവും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട ജാതി സെൻസസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. ഇവർ 5 പേരും ചേരുമ്പോൾ 41 സീറ്റുകൾ വരും. അമിത്ഷായുടെ ഈ പ്രസ്താവനയിൽ ഇവർ മാറി ചിന്തിക്കാൻ ഇടയായാൽ 293 - 41 = 252. അതായത് മോദി സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന് അർത്ഥം. ഈ 5 പാർട്ടികളും വേണ്ട, നിതീഷും നായിഡുവും മാത്രം മാറിയാൽ തന്നെ 265 എന്ന സംഖ്യയിൽ മോദിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും. വരും നാളുകളിൽ ഇവരുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് മോദി സർക്കാരിന്റെ ഭാവി. ഏതായാലും അമിത്ഷായുടെ ഈ പ്രസ്താവനയുടെ നഷ്ടം ഇവർക്ക് എല്ലാവർക്കും സമീപ ഭാവിയിൽ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്.